എക്സാലോജിക് CMRL ഇടപാടിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ ഇന്നും പ്രതികരണങ്ങളുണ്ടായി. പ്രതിരോധിച്ച് CPIM എത്തുമ്പോൾ റിപ്പോർട്ട് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖം നോക്കാതെയുള്ള അന്വേഷണം എന്ന് BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഉണ്ടായ കത്തിക്കുത്ത് തുടർന്ന് ഇന്ന് പ്രതികളിലേക്ക് പോലീസ് എത്തിയതും ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാന വാർത്തയാണ്. SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റ സംഭവത്തിൽ 15 പ്രതികളാണുള്ളത്. കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ വിവിധ വിഷയങ്ങളിൽ 24-നോട് പ്രതികരിച്ചു. നിലവിൽ വിവാദമായ വ്യക്തിപൂജയിൽ ഉൾപ്പെടെ G. സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കാം ഇന്ന് സംഭവിച്ചത്. ആദ്യം നമ്മൾ പോകുന്നത് എക്സാലോജിക് വിഷയത്തിൽ ROC റിപ്പോർട്ട് പുറത്തു വന്നതിലെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ആരോപണത്തിൽ പാർട്ടിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ആയുധമാക്കി പ്രതിപക്ഷം. എക്സാലോജിക്കിന്റെ വിശദീകരണം കേൾക്കാൻ ആദായനികുതി വകുപ്പ് തയ്യാറായില്ല എന്ന CPIMന്റെ വാദം ദുർബലമായി. എക്സാലോജിക്കിന്റെയും കരിമണൽ കമ്പനിയായ CMRLന്റെയും ഇടപാടുകൾ ദുരൂഹമെന്നാണ് ROC റിപ്പോർട്ട്. എക്സാലോജിക് കമ്പനിക്കെതിരായ ROC റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കി. സേവനം നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ROCക്ക് അധികാരമില്ല. മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്നും AK ബാലൻ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ 3 കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല. കാരണം ഉള്ളടക്കത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേയില്ല. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, OC ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRLന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. കോടതി മേൽനോട്ടത്തിൽ EDയോ CBIയോ അന്വേഷിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെയും അതിൻ്റെ നിയമത്തിൻ്റെയും, അതായത് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിൻ്റെ ഫൈൻഡിങ്. അതാരാ അന്വേഷിക്കേണ്ടത്? അവരാണ് വിഷയം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. കുറ്റം ചെയ്തവർക്കെതിരായ അന്വേഷണത്തിൽ മുഖം നോക്കില്ല. മാസപ്പടി കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് മാധ്യമങ്ങളാണ്. അന്വേഷണം നടന്ന് വസ്തുതകൾ പുറത്തുവരട്ടെയെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. We are taking against those who break the law and those who are culprits. So they are accused. Investigation will be done. Fair investigation will happen, and everybody who is guilty will be punished. We don't see the face of the crime. We see the content and the gravity of the crime. And you only have published all the details, her accounts details, how the monthly payment was coming, and what is the logic for it, which kind of services they were providing. There are so many issues. Let the investigating cooperative agency probe it, and then we'll discuss, because I'll be here more time. ഷഫീദ് റാവുത്തറാണ് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി 2 പ്രതികരണങ്ങൾ. അതിലൊന്ന് MV ഗോവിന്ദന്റെ ലേഖനമാണ്, മറ്റൊന്ന് AK ബാലന്റെ പ്രതികരണം. ഇതിൽ AK ബാലൻ പറയുന്നത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ്. ഒന്ന്, ഈ ഒരു മറുപടി അത് തെറ്റിദ്ധാരണാജനകമല്ലേ? കാരണം ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നത് GST അടച്ചു എന്നുള്ള വിവരം മാത്രം, ബാക്കി ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നത് ആ രേഖയിൽ വ്യക്തമാണ്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പരാമർശമല്ലേ AK ബാലൻ ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്? മറ്റൊന്ന്, MV ഗോവിന്ദൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം, ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ള അതേ കാര്യം ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ CPIM പ്രതിരോധം തീർക്കുന്നത്? മറ്റൊന്ന്, ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം അത് ആയുധമാക്കാൻ ഒരുങ്ങുന്നത്?
അനുജ, CPM-നെ സംബന്ധിച്ച് CPM പൂർണ്ണമായും ഈ വിഷയത്തിൽ എക്സാലോജിക്കിനോടൊപ്പം നിന്ന് ഈ വിവാദങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഈ CMR ഇടപാടുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് എക്സാലോജിക്കിന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ള CPM-ന്റെ വാദങ്ങൾക്കടക്കം അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിലടക്കം തിരിച്ചടിയാണ് ഈ ROC റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ROC റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് CMR എക്സാലോജിക്ക ഇടപാടിൽ ദുരൂഹതയുണ്ട്, രേഖകളിലടക്കം കൃത്രിമം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. അത് കമ്പനി ആക്ടിന്റെ അടക്കം എതിരായിട്ടുള്ള ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ROC വ്യക്തമാക്കുന്ന കാര്യം. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണവും ROC ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ അവരുടെ പ്രതിരോധമായി പ്രതികരിച്ച സംഭവങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായ ഒരു മറുപടി അതുമായി ബന്ധപ്പെട്ടില്ല. ഇനി AK ബാലന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ AK ബാലൻ ഇക്കാര്യത്തിൽ പറയുന്നത് CMR ഏതെങ്കിലും തരത്തിലുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ മറുപടി പറയേണ്ട കാര്യമില്ല. ചോദിച്ചപ്പോൾ ഉള്ള രേഖയൊക്കെ കൊടുത്തതാണ്. നിലവിൽ ഇപ്പോൾ ഈ ROC റിപ്പോർട്ട് അതൊരു ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അക്കാര്യത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അതിനെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് AK ബാലന്റെ പ്രതികരണം. ഇനി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ, അദ്ദേഹം നേരത്തെയും ആവർത്തിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്നുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. രാഷ്ട്രീയമായി ഭയപ്പെടുത്താൻ നോക്കിയാൽ അങ്ങനെ ഭയപ്പെടുന്ന സാഹചര്യം CPM-നെ സംബന്ധിച്ചിട്ടില്ല എന്നും കൂടി അദ്ദേഹം ദേശാഭിമാനി ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേഖകൾ ROC-ക്ക് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ വാദങ്ങൾ അത് പൊളിഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉയർത്തിക്കാണിക്കുന്ന കാര്യം. അത് മുഖ്യമന്ത്രി മുൻപ് നടത്തിയ വാദങ്ങളെ പൊളിക്കുന്നതാണ്, മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്നുള്ള കാര്യം തെളിഞ്ഞുവെന്ന് ഇന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. കൂടാതെ EDU അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇന്ന് VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ROC ഒരുങ്ങുന്നുണ്ട്. ഇതിൽ ഇനി അറിയാനുള്ളത് രേഖകൾ സംബന്ധിച്ച്, അത് ഈ സർവീസ് ആണെങ്കിൽ കൂടി ആ സർവീസിന്റെ രേഖകൾ അത് എവിടെയുണ്ട്, അങ്ങനെ ഒരു രേഖകൾ ഉണ്ടോ? അതില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ എക്സാലോജിക്ക് പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അതുവഴി CPM-ഉം സർക്കാരും പ്രതിരോധത്തിലാകും. അനുജ, ശരി, അതാണ്. ഏതായാലും പ്രതിരോധിക്കാനുള്ള ശ്രമം മുതിർന്ന നേതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ എങ്ങനെയാകും ഈ പ്രതിരോധം ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മഹാരാജാസിൽ ചോരക്കളി. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ 15 പ്രതികൾ. KSU മണ്ഡലം പ്രസിഡന്റ് അമൽ ടോമി, ബിലാൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊല്ലണമെന്ന ഉദ്ദേശ്യത്തോടെയാണ് പ്രതികൾ എത്തിയതെന്നും കഴുത്തിന് നേരെ കത്തിവീശിയെന്നും FIR-ൽ പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ KSU-വിന്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രവർത്തകരാണെന്ന് SFI ആരോപിക്കുന്നു. ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് SFI നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന ഫ്രട്ടേണിറ്റിക്കും KSU-വിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നാടകോത്സവം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാക്ടീസിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം. ഈ വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനായിട്ട് കോളേജിൽ എത്തിയിട്ടുള്ള SFI യൂണിറ്റ് സെക്രട്ടറിയെ യാതൊരുവിധ പ്രകോപനമില്ലാതെ 20ഓളം വരുന്ന KSU-വിനെയും ഫ്രട്ടേണിറ്റിയുടെയും ആളുകൾ ചേർന്ന് കത്തിയും അതുപോലെ വടിവാളും ഉപയോഗിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സമിതിയും അന്വേഷണം നടത്തും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് തല നടപടിയുണ്ടാകും. സംഘർഷത്തിന് പിന്നാലെ കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. സംഘർഷമുണ്ടായ ദിവസം പ്രതികളായ അമൽ, ബിലാൽ എന്നീ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിരുന്നു എന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത് എന്നാണ് ആരോപണം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇതിൽ FIR-ലൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ കഴുത്തിന് നേരെ കത്തി വീശി എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് ഈ ഗുരുതരമായ തരത്തിലേക്ക് ഈ സംഘർഷം പോകാനുണ്ടായ കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ഇപ്പോൾ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ, ആക്രമണം നടത്തിയ വിദ്യാർത്ഥികൾ, അവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള സംഘർഷം നേരത്തെ ഉണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഈ കത്തിക്കുത്ത എന്നാണോ കരുതേണ്ടത്? അനുജ, MG യൂണിവേഴ്സിറ്റിയുടെ നാടക പരിശീലനവുമായി ബന്ധപ്പെട്ട പരിശീലനം നടക്കുന്നതിനിടെയാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നാസറിന് കുത്തേൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 15 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 2 പേർ, അതായത് ബിലാൽ അതുപോലെ തന്നെ അമൽ, ഇവർ 2 പേരും ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ 15 പ്രതികൾക്കുമെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ഈ 15 പേര് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മനഃപൂർവ്വം കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള
കൊലപ്പെടുത്താൻ വേണ്ടി ഈ കുത്തി പരിക്കേൽപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ FIR-ൽ ഉണ്ട് താനും. നിലവിൽ ഈ ചികിത്സയിലുള്ള ബിലാൽ, അമൽ ഇവർ രണ്ടുപേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അധ്യാപകരടങ്ങുന്ന ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അച്ചടക്ക നടപടികൾ ഉണ്ടാവുക എന്നുള്ളതും കോളേജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മനഃപൂർവ്വമുള്ള ആക്രമണത്തിന് KSU ശ്രമിച്ചു എന്നുള്ളതാണ് SFIയുടെ ഒരു ആരോപണമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ സംഭവ സമയം ഈ പരിക്കേറ്റ അമലിനെയും ബിലാലിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ഈ പ്രതികളായിട്ടുള്ള ഇരുവർക്കും മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് SFI പ്രവർത്തകരാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ KSUവിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ കുത്തേറ്റയാളുടെ ആരോഗ്യനില, രാഹുൽ? അനുജ, ഈ കുത്തേറ്റ നാസറിനെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പിന്നീട് കാലുകൾക്കും അതുപോലെ തന്നെ കൈവിരലുകൾക്കും വയറുകൾക്കും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ എത്ര പേർ കസ്റ്റഡിയിലുണ്ട്? 2 പേർ എന്നതാണോ ഔദ്യോഗികമായി ലഭിച്ച വിവരം? 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. 2 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ചികിത്സയിലുള്ള 2 പേർ, അതായത് അമൽ, ബിലാൽ, ഇവർ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ബാക്കി 13 പ്രതികൾ ഒളിവിലാണ്. ഇവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടികൾ അടക്കമുള്ള 15 പേരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് രീതിയിലായിരിക്കും ഇവരെ കസ്റ്റഡിയിലെടുക്കുക, എപ്പോഴത്തേക്കായിരിക്കും കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, മഹാരാജാസ് കോളേജിലുണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കൈവെട്ട് കേസിലെ 1-ാം പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞെന്ന് പ്രൊഫസർ TJ ജോസഫ്. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. പ്രൊഫസർ TJ ജോസഫ്, മകൻ മിഥുൻ T. ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനെത്തിയത്. താൻ ഇര മാത്രമാണെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. വിനീത വിജയാണ് വിശദാംശങ്ങളുമായുള്ളത്. വിനീത, തിരിച്ചറിയൽ പരേഡ് അവസാനിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, തിരിച്ചറിയൽ പരേഡ് അവസാനിച്ചിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി നിയോഗിച്ച മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടിയാണ് തിരിച്ചറിയൽ പരേഡ് ആരംഭിച്ചത്. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. TJ ജോസഫ്, മകൻ മിഥുൻ T. ജോസഫ്, ഒപ്പം സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനായി എത്തിയിരുന്നത്. ഇവരെ ഈ പ്രതിയെ TJ ജോസഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. താൻ ഇര മാത്രമാണെന്നും ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പൗരൻ എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. വിചാരണ വേളയിൽ കോടതിയിൽ സാക്ഷിമൊഴി നൽകിയാൽ തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടിക്രമം വിനീത ഈ വിഷയത്തിൽ നടക്കാനുള്ളത്? തീർച്ചയായും അനുജ, ഈ പ്രതിയെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞു എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കും. അതിനുശേഷം നിയമപരമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് സാധ്യത. ശരി, കൈവെട്ട് കേസ് പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രൊഫസർ TJ ജോസഫ്. അദ്ദേഹം മകൻ, സഹോദരി എന്നിവർക്കൊപ്പമാണ് എത്തിയത്. താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണ് തുടങ്ങിയ പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. താൻ ഇര മാത്രമാണ് എന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നു പ്രൊഫസർ TJ ജോസഫ്. ഇനി നമ്മൾ പോകുന്നത് അയോധ്യയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടമാണ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന AICC തീരുമാനത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുമെന്നാണ് സൂചന. ദേശീയ നേതൃത്വം അനുനയ നീക്കം തുടങ്ങി. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ തൃണമൂൽ കോൺഗ്രസ് റാലിക്കെതിരായ BJPയുടെ ഹർജി കാൽക്കട്ട ഹൈക്കോടതി തള്ളി. റാലി തടയണമെന്ന സുവേന്ദു അധികാരിയുടെ ഹർജിയാണ് തള്ളിയത്. R. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി അയോധ്യയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആർക്കെ, ആദ്യം ഇന്നിപ്പോൾ എന്തൊക്കെ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നുണ്ട്? രാംലല്ല ഇതിനോടകം ഗർഭഗൃഹത്തിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേക പൂജകൾ അതൊക്കെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയോ? കർശന സുരക്ഷയാണല്ലോ അല്ലേ?
തീർച്ചയായിട്ടും അനുജ. ഇന്ന് പ്രധാനപ്പെട്ട ദിവസം രാംലല്ല ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം ആദ്യത്തെ ദിവസം എന്ന രീതിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകൾക്ക് ഇന്ന് തുടക്കമായി. ഈ പൂജകൾ അവസാനിക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമായിരിക്കും, 22-ാം തീയതി ആയിരിക്കും. ഇന്ന് രാവിലെ ഗണേശ പൂജയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ എല്ലാം ആരംഭിച്ചത്. അതിനുശേഷം സരസ്വതി പൂജ അടക്കമുള്ളവ നടന്നു. വാസ്തുപൂജയാണ് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ്. ഏതാണ്ട് 1000-ഓളം സന്യാസി വര്യന്മാർ പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. വളരെ വലിയ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജ അത് പൂർത്തിയായി. അതിനുശേഷം ഈ രാംലല്ല ഗർഭഗൃഹത്തിലേക്ക് എത്തിച്ചു. ഇപ്പോൾ രാംലല്ല ഗർഭഗൃഹത്തിലാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട പൂജകൾ ഇതോടുകൂടി തുടക്കമായിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ 22 വരെ നീളുന്ന ഇനിയൊരു തുടർച്ചയായിട്ടാണ് ഈ പൂജകളെല്ലാം ഒരു തുടർച്ചയായിട്ടാണ് പോകുന്നത്. 22-ാം തീയതി ആ പൂജകൾ അവസാനിക്കുന്നു എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ ഈ സുരക്ഷയുടെ കാര്യത്തിലും ഈ വളരെ ശക്തമാകുന്ന വിധത്തിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ CRPFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഇന്നലെ മുതൽ തന്നെ ഈ രാംലല്ല അവിടെ എത്തിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ നിലവിലുണ്ടായിരുന്ന CRPF അംഗങ്ങളുടെ എണ്ണം അവർ ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് സേനാ വിഭാഗങ്ങളോട് ചേർന്നുള്ള പരിശോധനകൾ അടക്കം ഒരു 3 ലെയർ പ്രൊട്ടക്ഷനിലാണ് നഗരം എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അനുജ, ഒപ്പം ഈ ഉത്തർപ്രദേശ് കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണല്ലോ RK. അതിൽ എങ്ങനെയാണ് ദേശീയ നേതൃത്വം ഒരു നിലപാടെടുക്കാൻ പോകുന്നത്? ഇവരെ അനുനയിപ്പിക്കാനുള്ള സാധ്യത അത് എവിടെ എത്തിയിട്ടുണ്ട്? അനുജ, കോൺഗ്രസിനെ എക്കാലത്തും രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഈ ക്ഷേത്രത്തിന് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ ഉള്ള തീരുമാനം കൈക്കൊണ്ടത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭ സമയത്ത് അന്നത്തെ സർക്കാർ സ്വീകരിച്ച കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നിലപാടും അറിയാം. അന്നും അത് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. ഇത് കോൺഗ്രസിന്റെ വലിയ തകർച്ചയ്ക്ക് ഉത്തർപ്രദേശിൽ കാരണമായിരുന്നു. അതിന് സമാനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉത്തർപ്രദേശിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഏതാണ്ട് ഒറ്റ സ്വരത്തിൽ ഇപ്പോൾ ദേശീയ നേതൃത്വം 22-ാം തീയതി ഈ ചടങ്ങ് ബഹിഷ്കരിക്കണം എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നിലപാട് നേരിട്ടും അല്ലാതെയും നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ മുതൽ BJPയുടെ സംസ്ഥാനത്തെ നേതൃയോഗം, BJPയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുക്കുന്ന യോഗം ഇവിടെ അയോധ്യയിൽ നടക്കുകയാണ്. ആ യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരികയാണെങ്കിൽ അവരെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളാമെന്ന തീരുമാനം കൈക്കൊള്ളുകയും ആ സന്ദേശം അങ്ങനെ ഈ നിലപാട് പരസ്യ നിലപാട് എടുത്തവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ PCC അധ്യക്ഷൻ അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട്, അജയ് റായ് അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഉള്ളത്. ശേഷിച്ച ശേഷിയും ഉത്തർപ്രദേശിൽ നിന്ന് ഒലിച്ചു പോകും എന്ന ഭയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അലട്ടുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ ഈ നേതാക്കന്മാരുമായി ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലായാലും 22-ലെ ഈ വിലക്ക്, പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന വിലക്ക്, അത് പാടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു. ശരി, അയോധ്യയിൽ നിന്നാണ് R രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. G സുധാകരനുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ സംസാരിച്ചു. അതിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി ആഞ്ഞടിച്ച് G സുധാകരൻ. CPMലെ വ്യക്തിപൂജയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുൻമന്ത്രി G സുധാകരൻ. പിണറായി വിജയനുമായി പഴയ അടുപ്പമില്ലെന്ന് G സുധാകരൻ തുറന്നടിച്ചു. PJ ആർമിയൊക്കെ ആരാണ് ആർമി എന്ന് പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അനുഭവമില്ലാത്തവർ ആത്മകഥ എഴുതുന്നതായി KK ശൈലജയെ പരാമർശിച്ചും G സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഒരു ലാത്തിയടി പോലും കൊള്ളാത്തവർ ആത്മകഥ എഴുതുകയാണ്. ജീവിതത്തിൽ ത്യാഗങ്ങളോ അസാമാന്യതയോ ഉണ്ടായാൽ ആത്മകഥ എഴുതാമെന്നും G സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് LDFിലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു. ലീഗിന് മുന്നണിയിലെടുക്കണമെങ്കിൽ തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്നും സുധാകരൻ തുറന്നടിച്ചു. ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക. അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ
ഒരു മികച്ച പ്രകടനത്തിൽ 3ാം തവണയും വരാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെ പല പല രാഷ്ട്രീയ അവരെല്ലെങ്കിൽ വരുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ ഒരു പല കണക്കുകൂട്ടലുകൾ അവരെല്ലാം ആണല്ലോ ഇപ്പോൾ വന്നത്. അതെ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവരുടെ ഒരു ആവശ്യം ഉണ്ടോ? അല്ല, അവരപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിച്ചെങ്ങനെ? അവിടെ സീറ്റ് 24 നിന്ന് 12 13 ചുരുങ്ങിയില്ലേ? 13 ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം 13 ഉണ്ടോ? ഇതിനിപ്പോൾ എത്ര ഉണ്ട്? 24 25 എല്ലായിരുന്നു എടുക്കുക. അങ്ങോട്ട് പോയ സീറ്റല്ലേ? 70 സീറ്റ് അങ്ങോട്ട് പോയി. ഇപ്പോൾ തിരുവിതാംകൂർ സീറ്റേ ഇല്ലല്ലോ. അതെ, അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് കെ ആർ ഗോപികൃഷ്ണൻ എന്ന ചോദ്യോത്തര പങ്ക്തിയിലാണ് CPIM മുതിർന്ന നേതാവിന്റെ തുറന്നു പറച്ചിൽ. കെ ആർ ഗോപികൃഷ്ണൻ തത്സമയം. ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു ഇത്തവണയും ജി സുധാകരൻ. അദ്ദേഹം സ്ഥിരം നമ്മൾ കാണുന്ന അതേ ശൈലിയിൽ തന്നെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ചില നേതാക്കൾ പരോക്ഷമായി തന്നെ അവർക്ക് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ആ തരത്തിലേക്ക് സമകാലിക വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തുന്നു. അത് മുഖം നോക്കാതെയുള്ള അദ്ദേഹത്തിന്റെ പലപ്പോഴും അദ്ദേഹം കാണിക്കാറുള്ളത് പോലെയുള്ള തുറന്നു പറച്ചിൽ. അനുജ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പൊതുവേദികളിലും ജി സുധാകരൻ ശൈലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പരോക്ഷമായി പല സൂചനകളും നൽകിക്കൊണ്ടായിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന്റെ ഈ സമകാലിക വിഷയങ്ങളിലുള്ള പ്രതികരണം. അതിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായി. അതിലൊന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ. പണ്ടത്തെ പോലെ ഒരു സ്നേഹവും അടുപ്പവും ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇപ്പോൾ ജി സുധാകരൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും ചില അകൽച്ചയുണ്ടാകും. ഇപ്പോഴുള്ള അകലം തിരുവനന്തപുരവും ആലപ്പുഴയും തമ്മിലുള്ള അകലമാണ്. അതിന് കാരണം പാർട്ടിയുടെ മേൽഘടകങ്ങളിലൊന്നും താനിപ്പോൾ പ്രവർത്തിക്കുന്നില്ല, നേരത്തേതുപോലെ മന്ത്രിസഭയുടെ ഭാഗമല്ല. അതുകൊണ്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് സ്വാഭാവികമായി അകലം ഉണ്ടായിപ്പോയി എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ആ വാക്കുകൾക്കിടയിൽ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുമുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള മതിപ്പും അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിലയിരുത്തലുകളും അതിലൊന്നിലും തന്നെ മാറ്റം വരുത്താൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. നേരത്തെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ എം ശിവശങ്കറിന് എതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്ന് ജി സുധാകരൻ പറഞ്ഞത് ആ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അതേ സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും ജി സുധാകരനുള്ളത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ താൻ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു, കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ്. പിന്നീട് നമുക്കറിയാം പാർട്ടിക്ക് ഏറ്റവും അധികം അവമതിപ്പുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടത്തിന് ഇടവരുത്തിയ ഒരു സംഭവമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസ്. അതിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ CPM-നെതിരെ ആരോപിക്കപ്പെടുമ്പോൾ പി രാജീവിന്റെയും അതുപോലെ തന്നെ AC മൊയ്തീന്റെയും ഒക്കെ പേരുകൾ ഇതിലേക്ക് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ജി സുധാകരൻ സ്വീകരിച്ച സമീപനം നിലപാടെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുകൾ അന്വേഷിക്കുകയാണ്. ആ കേസുകൾ ശരിയായ രീതിയിൽ അതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കട്ടെ എന്നാണ്. മാത്രമല്ല സഹകരണ ബാങ്കുമായി നടന്നിട്ടുള്ള തട്ടിപ്പ് അത് 100% അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയായിരുന്നു താൻ. തനിക്ക് ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ, ആരൊക്കെയാണ് അതിൽ പ്രതികളാക്കപ്പെടേണ്ടത് എന്നത് അന്വേഷണത്തിന് ശേഷം കാണാം എന്നുള്ളതാണ്. നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംബന്ധിച്ച് പാർട്ടിക്ക് പൊതുവായിട്ടുള്ള സമീപനവും നിലപാടും എന്നത് അത് BJP-യുടെ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതേ അഭിപ്രായം ജി സുധാകരനും പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ആർക്കെങ്കിലും വഴിതിരിച്ചു വിടാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ, വിവരങ്ങൾ അങ്ങനെ പുറത്തു വരട്ടെ എന്ന് ജി സുധാകരൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടി ജി സുധാകരനുമായുള്ള അഭിമുഖത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന അഭ്യൂഹങ്ങളിലാണ്. അത് ജി സുധാകരൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പാർട്ടി ഇപ്പോൾ അത്തരത്തിലൊരു ആലോചനയിലേക്ക് കടന്നിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യവുമില്ല. കാരണം നിലവിൽ ലീഗിന്റെ അടിത്തറ ദുർബലപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരേണ്ടുന്ന ഒരു അവസ്ഥ ഇടതുമുന്നണിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ലീഗ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്ന് താൻ കരുതുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് പാർട്ടിയുടെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളുമുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ജി സുധാകരൻ പറഞ്ഞത്. അനുജ, ഒപ്പം നിലവിൽ ഏറ്റവും ഒടുവിലായി വന്ന വിവാദം വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടാണ്. അത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയ പരാമർശം. അതിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ ഗോപി. കൂടാതെ KK ശൈലജയെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. പേരെടുത്ത് പറയാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അനുജ പറഞ്ഞത് വളരെ ശരിയാണ്. വ്യക്തി പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി അങ്ങനെ ആരെയും ഒരു വ്യക്തി പൂജ എന്ന നിലയിൽ ആ പാർട്ടി അത് അംഗീകരിക്കുന്നില്ല. അതിനൊരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് PG ആർമിയാണ്. എന്ത് ആർമിയാണത്? അങ്ങനെ ഒരു ആർമി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതേസമയം തന്നെ പി ജയരാജൻ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. പി ജയരാജൻ അറിഞ്ഞുകൊണ്ടല്ല ഇതുപോലെ PG ആർമി ഉണ്ടായത്. PG ആർമി പോലെയുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സംഘടനകൾ, അത്തരം ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അതുകൊണ്ട് തന്നെ വ്യക്തി ആരാധനയെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. അതേസമയം പാർട്ടിയിൽ ആരാധ്യരായ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിനെ പോലെ, VS അച്യുതാനന്ദനെ പോലെ, EK നയനാറിനെ പോലെ ആരാധ്യനായ വ്യക്തിത്വമാണ് പിണറായി വിജയന്റേതും. ആ പട്ടികയിൽ അവസാനത്തെ പേരായി പിണറായി വിജയന്റെ പേരുമുണ്ട് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ KK ശൈലജയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നില്ല ജി സുധാകരന്റെ വിമർശനങ്ങൾ. അത് പരോക്ഷ സ്വഭാവത്തിലുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പുസ്തകമെഴുത്തിന്റെ തിരക്കിലാണ്. നമുക്കറിയാം KK ശൈലജയുടെ മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന പുസ്തകം പുറത്തു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അനുഭവ സമ്പത്തില്ലാത്തവർ, ത്യാഗോജ്വലമായ ജീവിതത്തിന് ഉടമകളല്ലാത്തവർ, ഏതെങ്കിലും തരത്തിൽ സന്ദേശം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തവരൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതിയത് കൊണ്ട് എന്ത് കാര്യം എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. അനുഭവ സമ്പത്തുള്ളവർ, ഒരു തവണയെങ്കിലും ലാത്തിയടി കൊണ്ടവർ, ഒരു തവണയെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളവർ, ഇങ്ങനെ ത്യാഗോജ്വലമായ ജീവിതത്തിന് ഉടമകളായിരിക്കണം സന്ദേശം നൽകുന്ന തരത്തിൽ ആത്മകഥകൾ പ്രസിദ്ധീകരിക്കേണ്ടത് എന്നതായിരുന്നു ജി സുധാകരന്റെ പരോക്ഷമായ വിമർശനം. പക്ഷേ നമുക്കറിയാം KK ശൈലജയുടെ ഒരു ആത്മകഥയായിരുന്നില്ല, അനുഭവക്കുറിപ്പുകളായിരുന്നു. എങ്കിൽ പോലും ജി സുധാകരന്റെ പരാമർശത്തിൽ KK ശൈലജയോടുള്ള വിമർശനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അനുജ. ശരി, വിവിധ വിഷയങ്ങളിലാണ് ജി സുധാകരൻ, മുതിർന്ന CPIM നേതാവ്, സ്വതസിദ്ധമായ ശൈലിയിൽ തന്റെ നിലപാട് 24-നോട് വ്യക്തമാക്കിയത്. ഇനി ഇന്ന് സംഭവിച്ച അടുത്ത വാർത്തയിലേക്ക്. MV ഗോവിന്ദനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ജാമ്യം ലഭിക്കാൻ വ്യാജ മെഡിക്കൽ രേഖ തയ്യാറാക്കിയെന്ന ആരോപണം തെളിയിക്കാൻ MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആശുപത്രിയിൽ ഒരുമിച്ച് പോയി മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ രേഖകൾ പരിശോധിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ പോകാൻ മടിയില്ല. അറസ്റ്റിനെയല്ല, അറസ്റ്റ് ചെയ്ത രീതിയെയാണ് വിമർശിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നിരുത്തരവാദിത്തപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് എന്നാണോ അദ്ദേഹത്തിന് ഒഴിവുള്ളത്, ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം. അങ്ങനെ സമരം ചെയ്യുമ്പോൾ ജയിലിലാകുമെന്ന് ആശങ്കയുള്ള ആളുകളല്ലല്ലോ നമ്മൾ. ജയിലിൽ പോകാൻ മടിയില്ല. നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചതിനെയാണ് അറസ്റ്റ് ചെയ്ത രീതിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ സഹപ്രവർത്തകർ റിയയുടെ മുടിയിൽ പോലീസുകാരൻ ബൂട്ട് വെച്ച് ചവിട്ടുന്ന ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുസോളിനിയുടെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അന്നുപോലും ഇല്ലാത്ത ക്രൂരതയ്ക്കെതിരായിട്ടാണ്. ആധുനിക ദുശാസനം എന്നല്ല, ദുശാസനന്റെ ജീൻ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. മുഖ്യമന്ത്രിക്ക് ദുശാസനന്റെ ജീൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കള്ളക്കേസുകളാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ സർക്കാരിനെതിരെ പുതിയ സമരമുറകളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. സാംസ്കാരിക നായകരെ പങ്കെടുപ്പിച്ച് സർക്കാർ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കും. സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലിം, ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ജയിലുകൾ നിറയ്ക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളത്. അതായത് തങ്ങളുടെ പ്രവർത്തകർക്കെതിരായ പോലീസ് ക്രൂരതയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, കൂടുതൽ സമരത്തിലേക്ക് കടക്കും. അതൊരു പക്ഷേ വ്യത്യസ്തമായ രീതിയിലുള്ള സമരത്തിലേക്ക് പോലും കടക്കുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം സാംസ്കാരിക നായകർ ഒക്കെ പ്രതികരിക്കുന്നുണ്ട് സർക്കാരിനെതിരെയൊക്കെ പലതരത്തിൽ. അപ്പോൾ ആ തരത്തിലേക്ക് കൂടി അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധം, അതാണോ യൂത്ത് കോൺഗ്രസ് ഇനി മുന്നോട്ട് വയ്ക്കുന്നത്? അനുജ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റേതായുള്ള വിവിധ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. ആ സമരങ്ങൾ ആ നിലയിൽ തന്നെ തുടരും. അതിനോടൊപ്പം തന്നെ സമരത്തിൽ മറ്റൊരു വ്യത്യസ്തത കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ പദ്ധതിയിടുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സമരങ്ങൾ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ ഒന്ന് സാംസ്കാരിക സദസ്സാണ്. അതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഒരു സദസ്സ് സാംസ്കാരിക നായകർക്കായി സംഘടിപ്പിക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ സാംസ്കാരിക നായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അത് MT
വാസുദേവൻ നായരുടെയും എം മുകുന്ദന്റെയും ഒക്കെ പരാമർശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അവർക്ക് കൂടി പറയാൻ എന്താണ് പറയാനുള്ളത് എന്ന്, സർക്കാരിനെതിരെ പറയാനുള്ളത് എന്ത് എന്നുള്ളത് കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. ഒപ്പം തന്നെ ഓഡിറ്റ് സമരം എന്നൊരു പുതിയ സമരരീതി കൂടി അവർ പ്രയോഗിക്കുകയാണ്. അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും പണം മുടക്കി ചെയ്ത ആ പരിപാടി കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടം എന്നുള്ളതിന്റെ ഓഡിറ്റാണ് സമരം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജയിൽ നിറയ്ക്കൽ സമരം എന്ന നിലയിൽ ജയിൽ നിറയ്ക്കാനായി തെരുവുകളിൽ തന്നെ ഉണ്ടാവും യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ കാലങ്ങളിൽ പോലീസിനെതിരെ നടത്തിയ അതേ സമരങ്ങൾ അതേ രീതിയിൽ ഒട്ടും തീവ്രത ചോരാതെ നടത്തുമെന്ന് പറയുന്നു. മാത്രമല്ല ഒരു ലോങ് മാർച്ച്, ഒരു ഗ്രേറ്റ് മാർച്ച് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെയുള്ള മാർച്ച്, അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF-ലെ യുവജന സംഘങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള UDYF-ന്റെ ഒരു സമരം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിന് പിന്നാലെ, ജയിൽ മോചിതനായതിന് പിന്നാലെ ആ സമരങ്ങളിലേക്ക് തന്നെ നാളെ മുതൽ തന്നെ സമരങ്ങളിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല നിയമസഭ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ആ സമരം കൂടുതൽ മൂർച്ഛിപ്പിക്കാനുള്ള ആലോചനയും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതിനിടയിലാണ് MV ഗോവിന്ദനെ, CPM സംസ്ഥാന സെക്രട്ടറിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ജാമ്യത്തിനായി സമർപ്പിച്ചത് എന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം. MV ഗോവിന്ദനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. താൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒന്നിച്ചു പോകാം, മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പോകാം, തന്നെ പരിശോധിച്ച മുഴുവൻ രേഖകളും അവിടെ പരിശോധിക്കാം, അത് MV ഗോവിന്ദന് കൂടി നൽകാൻ പറയാം, അത് പരിശോധിച്ചതിന് ശേഷം അതൊരു തീരുമാനമെടുക്കാം, തനിക്ക് സർക്കാരിന്റെ ഒരുവിധ മെഡിക്കൽ ആനുകൂല്യങ്ങളും വേണ്ട, അങ്ങനെ ജയിലിൽ പോകാനും മടിയില്ല, പക്ഷേ ഇത്തരത്തിൽ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജ രേഖയാണ് സമർപ്പിച്ചതെങ്കിൽ അതിനെതിരെ പരാതിയും കൊടുക്കാം, അതിന് ധൈര്യമുണ്ടോ എന്നുള്ളതായിരുന്നു MV ഗോവിന്ദനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി. എന്തായാലും ജയിൽ മോചിതനായതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിനെതിരായ യുദ്ധം കടുപ്പിക്കുന്ന, സർക്കാരിനെതിരായ നിലപാട് കടുപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് നമ്മൾ കണ്ടത്. അനുജ, സർക്കാരിനെതിരെ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. നിയമസഭയിൽ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭയുടെ അംഗീകാരം. കരട് രേഖ ഉടൻ രാജ്ഭവന് കൈമാറും. നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജനുവരി 25-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കരട് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിനുണ്ടാകും. ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബസ് വാങ്ങി സൗകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത്. 1,05,00,000 രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത്. 24 തിരുവനന്തപുരം. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന പ്രസ്താവന തിരുത്തി TN പ്രതാപൻ MP. ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. വർഗീയത കൊണ്ട് മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് TN പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ പരസ്യപ്രചാരണം നടത്തി. തൃശൂരിൽ മുഖ്യശത്രു BJP എന്ന് പ്രഖ്യാപിച്ച TN പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി. UDF-നും LDF-നും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. തൃശ്ശൂരിൽ LDF-ന്റേതായ ഒരു അടിത്തറയുണ്ട്. തൃശ്ശൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് പാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ രംഗത്തെത്തി. എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും, പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നും TN പ്രതാപൻ. ചുവരെഴുത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ തന്നെയാണ് നേരത്തെ എഴുതിയ ചുവര് ആളെ നിർബന്ധിച്ച് പറഞ്ഞ് മായ്പ്പിക്കാൻ. ഞാൻ കർശനമായും ഇപ്പോൾ ചാനലുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് തൃശൂരിൽ ചുവരെഴുത്തുകൾ തുടരുന്നത്. 24 തൃശൂർ. ഇനി സാമ്പത്തിക ലോകത്തു നിന്നുള്ള വാർത്തകൾ മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയാൻ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 314 പോയിന്റ് കുറഞ്ഞു. നിഫ്റ്റി 21,450 താഴെ. രൂപയ്ക്ക് 2 പൈസയുടെ നേട്ടം. ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തിളങ്ങുമെന്ന് ഭാരതി എന്റർപ്രൈസസ് മേധാവി സുനിൽ മിത്തൽ. ആരോഗ്യ മേഖലയടക്കം നൂതന സാങ്കേതിക വിദ്യയുടെ ഗുണഭോക്താക്കളാകും.
5Gയും AI-യും രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മിത്തൽ. രാജ്യത്തെ 71% അതിസമ്പന്നർ ആഡംബര വസതികൾക്കായി പണം ചെലവാക്കുന്നെന്ന IR സർവേ. ഏറ്റവും ഡിമാൻഡ് ഗോവയിലെ അവധിക്കാല വസതികൾക്ക്. വിദേശ രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്കുള്ള ഡിമാൻഡ് 12% തുടരുന്നുവെന്നും പഠനം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ റിയൽ എസ്റ്റേറ്റ് ഇടങ്ങളായി തുടർന്ന് ദുബായും അമേരിക്കയും. 2024 ഗൂഗിളിൽ കൂടുതൽ പിരിച്ചുവിടലുണ്ടാകുമെന്ന സൂചന നൽകി ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ. നിക്ഷേപം കൂട്ടുന്നതിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പിച്ചൈ. ഹാർഡ്വെയർ, സെയിൽസ്, പരസ്യം, കസ്റ്റമർ കെയർ, ഷോപ്പിംഗ്, മാപ്സ്, യൂട്യൂബ് വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കും. ടെസ്ലയുടെ ഇന്ത്യൻ വരവ് വൈകിയേക്കും. ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന ടെസ്ലയുടെ ആവശ്യം എതിർത്ത് ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾ. ടെസ്ല ഇന്ത്യയിൽ പുറത്തിറക്കാനിരിക്കുന്നത് 20 മുതൽ 30 വരെ ലക്ഷം വിലയുള്ള കാറുകൾ. ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം തുടങ്ങാൻ HCL ഫോക്സ്കോൺ പങ്കാളിത്തം. അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കും. ആഗോള സാങ്കേതിക വ്യവസായത്തിന് വലിയ മുന്നേറ്റം നൽകുമെന്ന് വിലയിരുത്തൽ. ചില നല്ല വാർത്തകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് യാത്ര പോകുമ്പോൾ നമുക്ക് UPI അല്ലെങ്കിൽ GPay ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫോറക്സ് കറൻസി കാർഡ് വേണ്ടി വരുന്നു. ഇതൊന്നുമില്ലാതെ നമുക്ക് UPI പേയ്മെന്റ് GPayയിലൂടെയൊക്കെ പേ ചെയ്യാവുന്ന ഒരു സൗകര്യത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഗൂഗിൾ പേ ഒപ്പുവച്ചിരിക്കുകയാണ്. അപ്പോൾ വിദേശ കറൻസി ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ഫോറക്സ് കാർഡ് ഇല്ലെങ്കിലും ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള UPI പവർ ആപ്പ് ഉപയോഗിക്കാനാകും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനന തീയതിക്കുള്ള തെളിവായിട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇനി ആധാർ കാർഡ് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ചൈന പഴയ ചൈനയല്ല എന്ന വാർത്തയും വരുന്നുണ്ട്. ചൈനീസ് സാമ്പത്തിക മേഖലയ്ക്ക് പഴയ പോലെ തിളക്കമില്ല. ചൈനീസ് ഓഹരി വിപണി പഴയതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് 17 വർഷങ്ങളായിട്ട് അവർ നിക്ഷേപകർക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 0 ആണ്. അതേസമയം ഇന്ത്യൻ ദേശീയ ഓഹരി വിപണി ഇന്ത്യൻ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപിച്ചവർക്ക് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 452%. ₹1 നിക്ഷേപിച്ച ആൾക്ക് 452 രൂപ തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ന് ഓഹരി വിപണി തുടർച്ചയായ 3-ാം ദിവസവും നഷ്ടത്തിലായിരുന്നു. നിഫ്റ്റി 109 പോയിന്റ് താഴ്ന്ന് 21,462 ക്ലോസിംഗ്. ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ അവർ തിളക്കം നഷ്ടപ്പെട്ട 350ഉം 204 പോയിന്റ് കുറഞ്ഞാണ് ഇന്ന് ക്ലോസിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 313 പോയിന്റ് താഴ്ന്ന് 71,186 എന്ന നിലയിലാണ് സെൻസെക്സിന്റെ ക്ലോസിംഗ്. ഇനി രൂപയിലേക്ക് വന്നു കഴിഞ്ഞാൽ രൂപ കഴിഞ്ഞ ദിവസം ഒരു തകർച്ചയിലായിരുന്നു. പക്ഷേ ഇന്ന് 2 പൈസ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഡോളറിനെതിരെ. അങ്ങനെ മൊത്തത്തിലൊരു നല്ല വാർത്ത വരുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു കറക്ഷന്റെ പാതയിലാണ്. നമുക്കൊരു അതിഥിയുണ്ട്, പോൾ തോമസ് ആണ്, DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. മാർക്കറ്റ് ഒരു കറക്ഷന്റെ പാതയിലാണ്. പക്ഷേ നിക്ഷേപത്തിനുള്ള നല്ലൊരു അവസരമായിട്ട് ഇത് കാണാം. പല ഓഹരികളിലും കൃത്യമായ ഒരു നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണോ ഇന്നത്തെ ഒരു വിപണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഓഹരി വിപണി ഇന്ന് കാലത്ത് ഒരു താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം 21,285 എന്ന് പറഞ്ഞ ഒരു ലെവലിൽ ലോ എടുത്തു. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് വളരെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. 21,539 വരെ ഒരു കയറ്റം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് 21,450 അടുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ആ ലെവലിൽ തന്നെയായിരുന്നു. 21,462, അതായത് 109 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു നിലവാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ അല്ലെങ്കിൽ മെഞ്ഞാൻ തുടങ്ങിയ ആ ഒരു ചെറിയൊരു കറക്ഷൻ ഇന്നലെ ഹെവി ആയിട്ട് ബാങ്കിങ് ഷെയർസിൽ നമ്മളത് കണ്ടു. പ്രധാനമായിട്ട് HDFC ബാങ്കാണ് ആ കറക്ഷൻ ലീഡ് ചെയ്തത്. എന്നാൽ ഇന്നത്തോടു കൂടി ഈ പറയുന്ന ഒരു കറക്ഷൻ തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. HDFC ബാങ്ക് ഇന്ന് 1480 ലെവലിൽ സപ്പോർട്ട് എടുത്താണ് ഇന്ന് നിന്നത്. എനിക്ക് തോന്നുന്നത് തുടർന്ന് പതുക്കെ ബാങ്കിങ് ഷെയർസ് തിരിച്ച് കയറാം. ഇനി ICICI ബാങ്കിൻ്റെ റിസൾട്ട് ശനിയാഴ്ച വരാനുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. എന്നാൽ റിലയൻസിൻ്റെ ഒരു റിസൾട്ട് വളരെ പ്രധാനമാണ്. വെള്ളിയാഴ്ചയാണ് അത് വരുന്നത്. തീർച്ചയായും, അതായത് നാളെയാണ് വരുന്നത്. തീർച്ചയായും അതിൻ്റെ റിസൾട്ടും നമ്മുടെ മാർക്കറ്റിൽ വളരെ ചലനമുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ടയർ കമ്പനികൾ ആണ് ഇന്ന് പ്രധാനമായിട്ടും കയറിയ ഒരു സെക്ടർ. JK ടയറും അപ്പോളോ ടയർസ് 6% വീതവും MRF 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്.
LIC 1.5% ഉയർന്ന് 901 ക്ലോസ് ചെയ്തു. അതായത് 900-ന് മുകളിൽ LIC ആദ്യമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. തീർച്ചയായും LICയിൽ ഒത്തിരി IPOയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി വന്നിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു LIC. എന്നാൽ അത് താഴെ പോയിട്ട് തിരിച്ച് കയറി അവർ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് 900-ന്റെ മുകളിൽ വരുമ്പം ലാഭത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയിലേക്ക് വരും. തീർച്ചയായും 1000 കടന്നു പോകാവുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് LIC. ശരി, നമുക്ക് നോക്കാം എന്തായാലും LIC 1000 കടക്കുമോ എന്ന്. താങ്ക് യു വെരി മച്ച് ശ്രീ പോൾ തോമസ്. എന്തായാലും ചില നല്ല വാർത്തകളുണ്ട്. എന്തായാലും ഫെഡറൽ ബാങ്കിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ലോൺ എടുത്തിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ EMIയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ബാങ്കിൽ അന്വേഷിക്കാൻ മറക്കണ്ട. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 വീണ്ടും കാണാം. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തിരികെ വാർത്തയിലേക്ക്. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു വിരോധാഭാസം ഇവിടെ രൂപപ്പെടുന്ന ഒരു സഖ്യമാണ് KSUവും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം, ഇപ്പോൾ മറ്റ് ജില്ലകൾക്കകത്ത് അത് അത്ര പരിചിതമായിക്കൊള്ളണമെന്നില്ല, എന്നാൽ എറണാകുളം ജില്ലക്കകത്തെ വിവിധ ക്യാമ്പസുകളിൽ സമാനമായ നിലയിൽ സഖ്യമെന്നോണം ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണലുണ്ടായി. എന്നാൽ അതും കഴിഞ്ഞ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗൗരവകരമാണ്. അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനകത്തേക്ക് വലിയ തോതിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രവർത്തകർ വലിയ തോതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരായി മാറുന്ന കാഴ്ച ഞങ്ങളുടെ മുൻപിലുണ്ട് ക്യാമ്പസുകൾക്കകത്ത്. ഇപ്പോൾ ഇതിനു മുൻപും നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. NDF നിരോധിച്ചിട്ടുണ്ട്, സിമി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ NDF നിരോധിച്ചപ്പോൾ സിമി ആയിട്ട് അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു. സിമി നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും നിരോധിച്ചതിന് ശേഷം പുതിയൊരു സംഘടന രൂപപ്പെടുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ ഈ നിരോധനത്തിന് ശേഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നിരോധിത സംഘടനകളിൽ നിന്നുള്ളവർ ഇപ്പോൾ ഫ്രട്ടേണിറ്റി പോലെയുള്ള സംഘടനകളിലേക്കുള്ള നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതമാണ് ഇവിടെ കണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തിരുവല്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ്. മലയാളം വിഭാഗം അധ്യാപിക മെലീന ജെയിംസിനെതിരായാണ് കേസെടുത്തത്. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. അധ്യാപികയുടെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരുന്നു. മലയാളം വിഭാഗം അധ്യാപിക നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് മറ്റ് വിദ്യാർത്ഥികളും 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളെ സ്ഥാപനത്തിലെ മലയാളം വിഷയ അധ്യാപിക മെലീന ജെയിംസ് ടീച്ചറാണ് ഇതിനൊക്കെ കാരണം. ടീച്ചർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തോൽപ്പിക്കുമെന്ന് പറയുകയും ഇപ്പോൾ പാർട്ടിയിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണോ ഇപ്പോൾ ഞങ്ങളെല്ലാത്തിനും മുമ്പിൽ നിന്ന് അവനായിരുന്നു. അപ്പോൾ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അല്ലാതെയും തോൽപ്പിക്കും, അങ്ങനത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ഇന്നലെ രാത്രി വളരെ മെൻ്റലി ടയേർഡായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഒച്ച കേട്ട് പോയതാണ്. അപ്പോൾ അവ തൂങ്ങിക്കിടക്കുന്നേ ഞാൻ കണ്ടേ. കയറ് കഴുത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടേ. ഞാൻ കാല് കയറി പിടിച്ച് ഒച്ച വെച്ച്. അപ്പോൾ എല്ലാവരും കയറി വന്ന് അങ്ങനെ നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ടീച്ചർ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ 3-4 കൊല്ലം മുമ്പുള്ള കുട്ടികൾക്ക് വരെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയോടുള്ള ദേഷ്യം തീർക്കാനായി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ടൂറിന് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ച ചരിത്രം ഈ ടീച്ചർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ സീനിയറിനെ ഇൻറ്റേർണൽ മാർക്ക്, നമുക്കറിയാം ഇത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കിന് അത്രയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് ഞങ്ങൾക്ക് ഒരു പരിധി വരെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ കോഴ്സ് തോറ്റെന്നാണ് അർത്ഥം. അപ്പോൾ മിസ്സിനെതിരെ നിന്ന കുട്ടികളുടെ എല്ലാം ഇൻറ്റേർണൽ മാർക്ക് കുറച്ച് തോൽപ്പിച്ചിരുന്നു.
പക്ഷെ അന്ന് രാത്രി തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇടപെട്ട് പിന്നെ അത് റെഡിയാക്കി എടുത്തതാണ്. നമ്മളും അധ്യാപകരാണ്ട ആൾക്കാർ തന്നെയാണ്. നമ്മൾ നാളെ ഒരു കുട്ടിയെ എങ്ങനെ പരിപാലിക്കണം, നാളത്തെ തലമുറയ്ക്ക് അവനെ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ തന്നെ ആദ്യത്തെ കുളം ചവിട്ടിക്കലക്കുകയാണ്. അതുപോലത്തെ ഒരു രീതിയാണ് ഈ ഒരു അധ്യാപിക കാണിച്ചു വരുന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി തിരുവല്ല TMM ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ SFI പ്രവർത്തകർ തിരുവല്ല ഡയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസിനെ മറികടന്ന് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിയ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, ഡയറ്റ് അധ്യാപികയ്ക്കെതിരെ എന്തെങ്കിലും നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡയറ്റ് അധ്യാപികക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത്തരത്തിൽ അതിനൊരു അനുമതി നൽകേണ്ടത്. അവിടെ നിന്നാണ് അത്തരത്തിൽ നടപടി ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ പ്രിൻസിപ്പൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സുനിൽ കൃഷ്ണൻ, അദ്ദേഹം തിരുവല്ല CI ആണ്. അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന ഇത്തരത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. ആത്മഹത്യാ പ്രേരണയ്ക്ക് ശ്രമിപ്പിച്ചു എന്ന ഒരു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ മെലീന ജെയിംസ് എന്ന മലയാളം വിഭാഗം അധ്യാപികക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ SFIയുടെ ജില്ലാ സെക്രട്ടറി KSMLന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് അമൽ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അവിടേക്ക് തള്ളിക്കയറിയത്. ഈ ഡയറ്റിൽ തള്ളിക്കയറിയ പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയായിരുന്നു. ഏറെ നേരം ഉപരോധത്തിന് ശേഷമാണ് ഈ പോലീസ് എത്തി ഇത്തരത്തിൽ റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ഒരു റിപ്പോർട്ട് DGക്ക് നൽകുകയായിരുന്നു ഈ പ്രിൻസിപ്പൽ. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ക്രിമിനൽ കേസിൽ പെട്ടതോടുകൂടി സസ്പെൻഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പ്രിൻസിപ്പൽ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അല്പസമയത്തിനകം അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ എന്തായാലും ഈ ഉറപ്പിന്മേൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ അപകട നില തരണം ചെയ്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥി എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. എന്തായാലും ഡയറ്റിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി അധ്യാപികക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അധ്യാപികക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു. വൈകുന്നേരത്തോടെ നടപടി ഉണ്ടാകും ഡയറ്റിന്റെ ഭാഗത്തു നിന്ന വിവരമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.